അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നേരെ മ്യൂസിയത്തിലെ കരുത്തരായിട്ടുള്ള രണ്ട് വനിതകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനുശേഷം ഞാൻ ബാക്കിയുള്ളതിലേക്ക് വരാം. വീണ, വൈഷ്ണ, രണ്ടുപേരും വി ആൻഡ് വി. അത് യാദൃശ്ചികമായി സംഭവിച്ചു. വീണയും വൈഷ്ണയും എങ്ങനെയുണ്ട് വീണ കാര്യങ്ങളൊക്കെ? വളരെ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. നമ്മള് വട്ടിയൂർക്കാവിന് വികസനത്തിന്റെ ഒരു സുവർണകാലമായിരുന്നു. KM MLA ആയിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ അദ്ദേഹം 7.5 കൊല്ലമാണ് MLA ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ 5 കൊല്ലം ഭരണകക്ഷിയുടെ MLA ആയിട്ടിരുന്നു. ആ 7.5 കൊല്ലം കൊണ്ട് 5 പാലങ്ങൾ, അതായത് നമ്മുടെ മരുതൻകുഴി, എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് മരുതൻകുഴി പാലം, കുണ്ടമൺ കടവ് പാലം, മുറിഞ്ഞ പാലം അടക്കം കുലശേഖരം പാലത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്തു. അതുപോലെ മുട്ടട, കൈരളി നഗർ പാലം അടക്കമുള്ള പാലങ്ങളെല്ലാം 7.5 കൊല്ലം കൊണ്ട് ഒരു MLAക്ക്, അത് വെറും 5 കൊല്ലം മാത്രം ഭരണത്തിന്റെ ഭാഗമായിട്ടിരുന്ന ഒരു MLAക്ക് 5 പാലങ്ങൾ പണിയാൻ സാധിക്കുക. ആ പാലങ്ങൾ മാത്രമല്ല കേട്ടോ, വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വട്ടിയൂർക്കാവിലെ ഷൂട്ടിംഗ് റേഞ്ച്, ഗുരു ഗോപിനാഥ് നടനഗ്രാമം, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വട്ടിയൂർക്കാവ് ഏറ്റവും മിസ് ചെയ്തത്, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയായിട്ട് ഈ തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജ് 7 നില കെട്ടിടം പണിത് 100 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള NOC വരെ നേടി 100% പണി പൂർത്തിയാക്കിയിട്ടാണ് KM പോകുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് തുരുമ്പെടുത്ത് കാട് കയറി കിടക്കുകയാണ്. ആ 7 നിലയിൽ 3 നിലയിൽ ഇപ്പം മനസ്സിലാക്കുന്നത് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മൾ ഓർക്കേണ്ടത്, മെഡിക്കൽ കോളേജില് 5 പേര് വെന്റിലേറ്ററിൽ തീപിടിച്ച് മരിച്ചു. ഒരു കട്ടിലിന് 4-5 അവകാശികളാണ്. ചെന്ന് നോക്കിയാൽ കാണാം, ഒരാൾ ഇടത്ത് തിരിഞ്ഞ് കിടക്കും, ഒരാൾ വലത്ത് തിരിഞ്ഞ് കിടക്കും, രണ്ടുപേരുടെ കാലിലടുത്ത ആൾ കിടക്കും, കട്ടിലിന്റെ അടി. ഇങ്ങനെ ഒരു കട്ടിലിന് 4-5 അവകാശികൾ രോഗികൾ കിടക്കുമ്പോഴാണ് ഇതുപോലെ 100% പണി പൂർത്തിയാക്കിയ ഒരു മെഡിക്കൽ കോളേജിനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത്. പാലത്തിന്റെ കാര്യം പറഞ്ഞു, ആരെങ്കിലും പാലം വലിക്കാനുള്ള സാധ്യതയുണ്ട്? ഒരു പാലവും വലിക്കില്ല. നമ്മൾ പണിതിരിക്കുന്ന K മുരളീധരന്റെ വട്ടിയൂർക്കാവിലെ പാലം നല്ല ഉറച്ച പാലമാണ്. കണ്ണാടി പാലം. പൊട്ടിപ്പോയ VK പ്രശാന്തിന്റെ പോലത്തെ കണ്ണാടി പാലമല്ല. അതുകൊണ്ട് എന്തായാലും ഒരു പാലവും ആരും, ആൾക്കാർ ഇവിടെ ഉണ്ട്, അതെ, നേതാക്കന്മാരുണ്ട്, അവരോട് ചോദിച്ചു. വൈഷ്ണയ്ക്ക് ഏത് മണ്ഡലത്തിലെ ചാർജാ? വട്ടിയൂർക്കാവ് തന്നെയാണല്ലേ? ചാർജ് ആയിട്ടില്ല, വട്ടിയൂർക്കാവ് തന്നെ സജീവമായിട്ടുണ്ട്. തീർച്ചയായും നല്ല വെയിലൊക്കെ കൊണ്ട്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമാണോ കൂടുതൽ കഠിനം? നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി വെയിലിന്റെ ആഘാതം കൂടുതലാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല. അങ്ങനെ സജീവമായിട്ട് തന്നെയുണ്ട്. വട്ടിയൂർക്കാവിൽ ഇറങ്ങി കിട്ടുന്ന ഒരു പൾസ് എന്താണ്? അവിടെ കടുത്ത മത്സരമാണെന്നാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരം. VK പ്രശാന്ത് നേരത്തെ മുരളീധരനാണോ അതോ BJP വേഴ്സസ് UDF ആണോ അവിടെ മത്സരം? ഇപ്പോൾ അത് KM തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരു സ്ഥാനാർത്ഥികളെ വില കുറച്ച് കാണേണ്ടതായിട്ട് മത്സരമാണ്. പക്ഷേ വീണ ചേച്ചി പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിലെ പാലം നല്ല ഉറച്ച കോൺക്രീറ്റ് പാലമാണ്, കണ്ണാടി പാലം പോലല്ല. പാലം വലിക്കത്തില്ല. തീർച്ചയായിട്ടും ഇല്ല, ഒരിക്കലുമില്ല. ഈ 7.5 വർഷമേ ഉള്ളൂ, 10 വർഷമായില്ല എന്നാരെങ്കിലും അവർ പ്രചരണം നടത്തുന്നുണ്ട്. ഇട്ടേച്ചു പോകുമെന്നൊരു പ്രചരണം LDF നടത്തുന്നുണ്ട്. അവര് പ്രകടനം നടത്തിക്കോട്ടെ. കേരളത്തിൽ പറഞ്ഞ പോലെ മറ്റു 2 സ്ഥാനാർത്ഥിമാരും ഇട്ടേച്ച് വന്നതും ഇട്ടേച്ച് വരുന്നതും ഒക്കെ തന്നെയാണ്. ആരും അവിടെ ഫിനിഷ് ചെയ്തിട്ട് വന്ന ആൾക്കാരൊന്നും അല്ല. അപ്പൊ അത് ബുദ്ധിയുള്ള ആൾക്കാർക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും കൃത്യമായി തന്നെ അറിയാന്നുള്ള കാര്യം. ഒരു ഘട്ടത്തിൽ വൈഷ്ണയുടെ പേര് നിയമസഭയിലേക്ക് പരിഗണിച്ചിരുന്നു എന്ന് കേട്ടു. ആണോ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. വാർത്തകളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വഴിയാണ് ഞാനും അറിയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയുണ്ടായിട്ടില്ല. ഇതൊരു കാര്യം കൂടി, മൊത്തത്തിൽ എങ്ങനെയാ തിരുവനന്തപുരത്തിലെ അവസ്ഥ? 14 മണ്ഡലങ്ങളിൽ 13 കഴിഞ്ഞ തവണ പോയി. ഇത്തവണ എത്ര കിട്ടും? ഇത്തവണ 13 പോയിട്ട് 14 പിടിക്കാനുള്ള സാഹചര്യമാണ് നമുക്കുള്ളത്. നമ്മൾ അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ്. എങ്ങനെ ഉഷാറല്ലേ കാര്യങ്ങൾ? എന്റെ വൈഷ്ണവ് വീണ പറഞ്ഞ പോലെയാണോ? ഉറച്ച പാലമാണോ വട്ടിയൂർക്കാവിലെ? തീർച്ചയായിട്ടും. K മുരളീധരനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ഒരു അന്യ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, അദ്ദേഹത്തിന്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. സ്ഥിരമായി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെയും അല്ലാത്തവരുടെയും ഒക്കെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം അറ്റൻഡ് ചെയ്യാത്ത ഒരു മരണവും ഇല്ല. ഇത് ഒരു ഭാഗത്തെ അഭിപ്രായം നമ്മൾ കേട്ടുള്ളൂ. ഇനി മറുഭാഗത്തെ അഭിപ്രായം കൂടി കേൾക്കാൻ